മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനും സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും എതിരെ LDFിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മാർച്ചും ധരണയും നടത്തി. CPIM വാഴക്കുളം പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി പഞ്ചായത്തിന് മുൻപിലെത്തിയപ്പോൾ ധർണ CPIM ലോക്കൽ സെക്രട്ടറി MK മധു അധ്യക്ഷത വഹിച്ചു. AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് M മാത്യു, കേരള കോൺഗ്രസ് മാണി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈൻ ജേക്കബ്, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഇമ്മാനുവൽ പാലക്കുഴി, CPI ലോക്കൽ സെക്രട്ടറി ബിനോയ് മാത്യു, മെമ്പർമാരായ PS സുധാകരൻ, റൈസമ സാബു, അനിത റജി എന്നിവർ സംസാരിച്ചു. ആ റോഡിലേക്കുള്ള വഴി മോശമായതുകൊണ്ട് പത്രപ്രവർത്തനം നിർത്തിയിരിക്കുക. നമുക്ക് കേരളത്തിൽ കേട്ടുകേൾവിയുണ്ടോ? അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഈ പഞ്ചായത്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയുള്ള വഴികൾ കൊടുക്കുക, വഴിവെളുക്കൾ കൊടുക്കുക. നമുക്കറിയാം ഇവിടുത്തെ ബൈപ്പാസ് റോഡ് രാത്രിയായി കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പറ്റും, അതൊരു സ്ട്രീറ്റിലേക്ക് വരിക. അതുപോലെ മാലിന്യമുക്തം കേരളം സർക്കാർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്ന വലിയൊരു ആശയം. ഇവിടെ എങ്ങനെയാണ് നടപ്പാക്കിയത്? വാഴക്കുളം മുതൽ അച്ഛൻകാലം വരെ പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡുകളിൽ മാലിന്യം കൊണ്ടിടും, അത് പിന്നെ മണ്ണിട്ട് നിർത്തുന്ന സമീപനമാണ്. മണ്ണിട്ട് പാടശേഖരങ്ങൾ മണ്ണിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് ചെലവിൽ ചെയ്തു കൊടുക്കുന്ന സമീപനം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. അതുപോലെ ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടിയിട്ട് 2020 മാർച്ച് മാസം 27-ാം തീയതി സർക്കാരിൻ്റെ ഈ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് അതിൻ്റെ പൈസ സർക്കാർ അനുവദിച്ചു വന്നു. 2020 മാർച്ച് 27. ഇന്ന് 2025 ഏപ്രിൽ മാസം 22-ാം തീയതി ഇതുവരെ മൂവാറ്റുപുഴയിൽ മാത്യു കൊടൽനാടനാണ് നിരന്തരം ഇരവാദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ സമാനമായ ഇരവാദം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, തടിയിടുവാനുള്ള വലിയ പരിശ്രമം നടക്കുന്നുണ്ട്. ഈ സമരത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമായും ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും കൊടുക്കുന്നതിന് സമാനമായ പദ്ധതി വിഹിതം മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്നുണ്ട്. മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്, അതുകൊണ്ട് പകുതി കൊടുത്താൽ മതി എന്നൊരു തീരുമാനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുത്തിട്ടില്ല. സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടകനും ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ചു പോയി. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ, അതുപോലെ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനമെടുത്തതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷം പിന്നിട്ട് കഴിയുമ്പോൾ കേരളത്തിൽ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എന്ന ഉറച്ച തീരുമാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിരിക്കുന്നത്. എന്നാൽ മഞ്ഞളൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഭരണത്തിലിരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി എത്ര ആളുകൾക്കാണ് അതിന്റെ വീടിന്റെ സേവനം ഉറപ്പുവരുത്തിയത് എന്ന് പരിശോധിച്ചാൽ നല്ലതാണ്. വീടില്ലാത്ത ഏകദേശം 45ഓളം ആളുകളുടെ ലിസ്റ്റ് കഴിഞ്ഞ 6-7 വർഷക്കാലമായി ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കയ്യിലുണ്ട്. ഇതിൽ നിന്ന് വീട് വെച്ചു കൊടുക്കാൻ അർഹരായിട്ടുള്ള ആളുകൾക്ക് 1-2 കൂടുതൽ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാതെ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരായി ഈ പഞ്ചായത്ത് ഭരണസമിതി മാറുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ലൈഫ് മിഷനിലൂടെ വീട് കിട്ടിയത് വീടില്ലാത്ത 4000-ഓളം വരുന്ന ആളുകൾക്കാണെങ്കിൽ ഇന്ന് ഈ കേരളത്തിൽ 5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകിക്കൊണ്ട് വീടില്ലാത്ത ഒരാൾ പോലും ഈ കേരളത്തിൽ ഉണ്ടാവരുത് എന്ന തീരുമാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ തീരുമാനമാണെങ്കിൽ ആ തീരുമാനത്തിന് എതിരായിട്ട് രാഷ്ട്രീയ ലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന സമീപനമാണ് മഞ്ഞളൂർ പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്നത്. ഇവരാരെയാണ് വീട്ടുന്നത്? എന്താ മഞ്ഞളൂർ പഞ്ചായത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി സ്ഥലം കിട്ടാനില്ലേ? ഇല്ലെങ്കിൽ പറയണം. പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ആ പ്രസിഡന്റിന്റെ ഭർത്താവായിട്ടുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോഴത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള
രാഷ്ട്രീയ നേതാക്കന്മാർ പറയണം, മഞ്ഞള്ളൂർ പഞ്ചായത്തില് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ സ്ഥലമില്ല, ഞങ്ങൾക്കത് സാധിക്കില്ല എന്നിങ്ങ് പറഞ്ഞോട്ടെ, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. ഇതാണല്ലോ മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ ഭരണസമിതിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. എന്താ ഇവരുടെ പ്രധാനപ്പെട്ട നേട്ടം? ഈ മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ പാടശേഖരങ്ങൾ എവിടെയെല്ലാം മണ്ണിട്ട് നികത്തുന്നുണ്ടോ ആ മണ്ണിട്ട് നികത്തുന്ന മുഴുവൻ ആളുകളുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങുന്ന സമീപനമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇത് പറയാൻ ആർക്കെങ്കിലും മടിയില്ല? ഇത് പറയാൻ ആർക്കെങ്കിലും മടിയോ പേടിയുണ്ടോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉൾപ്പെടെ പരിഗണനയിൽ കേസിരിക്കുകയില്ലേ? നമ്മുടെ സനീഷ് ഉൾപ്പെടെ മറുചേർന്ന് ഉൾപ്പെടെയുള്ള ആളുകളല്ലേ കേസുമായി മുന്നോട്ട് പോയിരിക്കുന്നത്? ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൊടുപുഴയ്ക്ക് എത്തുന്ന പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശത്തുള്ള ഏക്കർ കണക്കിന് പാടശേഖരം നികത്തുന്നതിന് വേണ്ടിയിട്ട് ചില കുത്തകി ആളുകൾക്ക് ഒത്താശ പാടുന്നവരായി ഇവിടത്തിന് പഞ്ചായത്ത് ഭരണസമിതി മാറുകയില്ലേ? എന്തിയെ പഞ്ചായത്ത് ഭരണസമിതി രേഖ പരിശോധിച്ചിട്ട് ഒരു സ്റ്റോപ്പ് എടുക്കാൻ വേണ്ടി തയ്യാറാവാത്തത്? അതിന് തയ്യാറാകട്ടെ, അതിന് നേതൃത്വം കൊടുക്കണ്ടേ? ഇതിനൊന്നും നേതൃത്വം കൊടുക്കാതെ ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാതെ എങ്ങനെയെങ്കിലും അധികാര സ്ഥാനങ്ങൾ ദുർവിനിയോഗം ചെയ്യാം എന്ന ശ്രമവുമായിട്ടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലുള്ള മാർച്ചും ധർണയും ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട മഞ്ഞള്ളൂർ പഞ്ചായത്തിന്റെ ഭരണസമിതിയോട് ഇടതുപക്ഷത്തിന് പറയാനുള്ളത്, ഈ ഒരു വാദന മാത്രമല്ലേ പഞ്ചായത്തിലേക്ക് കയറിപ്പോകാനുള്ളൂ? അല്ലേ സുധാകരൻ? വേറെ വാദമുണ്ടോ? വേറെ വാദമുണ്ടോ? അപ്പറയുണ്ട്. 2 ഡോറല്ലേ ഉള്ളൂ. ഈ 2 ഡോറും ഞങ്ങളങ്ങ് ക്ലോസ് ചെയ്യാൻ തീരുമാനിക്കും. പിന്നെ ഏടി വെച്ചോ കയറി തൂങ്ങിയോ പഞ്ചായത്തിന്റെ അകത്ത് കയറേണ്ടി വരും. അതുകൊണ്ട് ഈ നാട്ടിലെ 45ഓളം വരുന്ന സാധാരണക്കാരന്റെ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ലൈഫ് മിഷന്റെ വീട് കൊടുക്കുന്നതിനും ഈ നാട്ടിലെ മാലിന്യമുക്ത കേരളത്തിന് പദ്ധതി അട്ടിമറിച്ചിട്ടുള്ള സമീപനവും ഈ നാട്ടിലെ കോളനികൾക്ക് ഉൾപ്പെടെ നൽകേണ്ട ആവശ്യ സാധനങ്ങൾ അതിന്റെ ആവശ്യമായിട്ടുള്ള പരിഗണന ഉൾപ്പെടെ നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ നേതൃത്വം കൊടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KV സുനിൽ സ്വാഗതവും PR സനീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വാഴക്കുളം.